viewers, welcome back to my YouTube channel. നേട്ടന് ഓഫുള്ള ദിവസമായിരുന്നു നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡോഗ് ഷോ ഉണ്ട്, പിന്നെ എവിടെയെങ്കിലൊക്കെ പോയിരിക്കണം. അപ്പോൾ പോയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വളരെ സണ്ണി ഡേ ആണ് കേട്ടോ. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിനെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കങ്കാരു ബാഗിലാണ് ഇട്ടേക്കുന്നത്. അവളെ ഇപ്രാവശ്യം സ്ട്രോളർ എടുത്തില്ല, ബിക്കോസ് വളരെ അൺഈവൺ ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇത് നമ്മൾ മൈൻഹെഡിലല്ല സ്ഥലം വരുന്നത്, പൊർലോക്കിലാണ് നമുക്ക് ഈ ഒരു ഡോഗ് ഷോ വരുന്നത്. ഒരുപാട് കാറൊക്കെ ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ഹരിതാപം, പച്ചപ്പൻ, ഊഷ്മളത നിറഞ്ഞൊരു സ്ഥലമാണ്. മൊത്തത്തിൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വ്യൂ ഒക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. എല്ലാവരും പട്ടികളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കുട്ടിയാണ് കേസ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും പട്ടിയും എൻ്റെ കയ്യിൽ കുട്ടിയും. എനിക്ക് മാത്രമാണ് തോന്നുന്നുണ്ട് ഈ പരിപാടിക്ക് വന്നതിൽ കൊച്ചുള്ളത്. ബാക്കി എല്ലാ വന്നവരുടെ കയ്യിലും പട്ടികളാണ് കേട്ടോ. ഫുൾ അവർ ഡോഗ് വിത്ത് ഓണേഴ്സ്. അപ്പോൾ ഇവർ ഡോഗ് ഷോ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പട്ടികൾ തമ്മിലുള്ള ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ പോലത്തെ ഒരു മത്സരം. ഇവിടെ ഫേസ് പെയിൻറ്റിങ്, വേറെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന പട്ടിക്കുട്ടികൾക്ക് ട്രോഫീസും അവർക്ക് മെഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഫണ്ണായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ബ്രീഡിലുള്ള ഒരുപാട് ഡോഗ്സ് ഇവിടെ ഉണ്ട്. എന്താ പറയുക, നല്ല രസമുള്ള കുറേ ബ്രീഡുകൾ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഈ നടന്നു വരുന്ന ഗോൾഡൻ്റെ വൈറ്റ് ഗോൾഡൻ റിട്രീവർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വൈറ്റ് ഗോൾഡൻ റിട്രീവർ, അത് അടിപൊളി പട്ടിയായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. ഈ നടന്നു വരുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട് എലയാണ് കേട്ടോ. എല വിത്ത് ഹെർ ഡാഷ്. പിന്നെ ഡോഗ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ ചാടി ഓടി വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ ഡോഗ് ഷോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടത് ഡോണിഫാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാം പാർക്കിലോട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ജസ്റ്റ് ടോൺടൺ പോകുന്ന വഴി ഒന്ന് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഇവിടെ ഡോണിഫോം ഫാം പാർക്കിൽ നമുക്ക് മെയിനായിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും സത്യം പറഞ്ഞില്ല. ഈ പെർക്കി ആൻഡ് മൈലോ എന്ന് പറഞ്ഞ ഈ രണ്ട് മെക്കൗസിനെ നമ്മൾ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വളരെ പെർക്കി ആൻഡ് മൈലോ ഇവറ്റങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവരിവിടെ ഫാമിൽ വളർത്തുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ സൂ പോലെ വന്ന് കാണാൻ മാത്രമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് റാബിറ്റ്സും ഈ രണ്ട് മെക്കൗസും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കയറിയത് ഇവരുടെ തന്നെ ഒരു ആൻറ്റിക് ഷോപ്പിലോട്ടാണ്. വളരെ പഴക്കം ചെന്ന ഒരുപാട് ആൻറ്റിക് പീസസ് ഇവിടെ വെച്ചിട്ട് വിൽക്കുന്നുണ്ട് അവർ. പഴയ ബുക്സുകളും എന്താ പറയുക, ഏകദേശം ഒരുപാട് കൊല്ലം പഴക്കമുള്ള കുറേ ഐറ്റംസ് ഇവിടെ അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു പഴഞ്ചൻ ഗരഷ് എന്ന് പറയാൻ പറ്റും. അതുപോലത്തെ ഒരു തരം സെറ്റപ്പായിരുന്നു മൊത്തത്തിൽ. നല്ല രസമുണ്ടായിരുന്നു പക്ഷെ കാണാൻ കേട്ടോ. പിന്നെ ഇവിടെ പ്ലേ ബാൺ എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമേ കളിക്കാൻ കണ്ടുള്ളൂ, വലിയൊരു കളിക്കാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ കയറി കളിച്ചേനെ. നമ്മുടെ കുഞ്ഞി ചെറുതായതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ നമ്മളിതാ ഇവിടെ നേരെ വേറൊരു ഷോപ്പുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കുറേ ഗ്രോ ബാഗ്സ്, പ്ലാന്റ് പോട്ട്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ അവരുടെ ഫാമിൽ തന്നെ അവരുണ്ടാക്കുന്ന എന്താ പറയുക, വളരെ ഓർഗാനിക് ആയിട്ടുള്ള എന്താ പറയുക ഫുഡുകളും കാര്യങ്ങളും, ബ്രേസ്ലെറ്റ്സ്, നല്ല മദ്യക്കുപ്പികൾ, അങ്ങനെ മുതലായ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സംഭവങ്ങൾ ഇവരുടെ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാംസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നല്ല ഫുഡ്, ബീവറേജസ് ആൻഡ് ഇങ്ങനത്തെ യുണീക്കായിട്ടുള്ള ഷോ പീസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് റയറായിട്ട് കാണാൻ പറ്റുന്ന കുറേ പീസസ് എന്താ പറയുക, കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ അതിൻ്റെ ബാക്കിലായിട്ട് ഇവരുടെ ഫാം വരുന്നുണ്ട്. വലിയ ഫാമാണ്. നല്ല വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ പോയി കാണാനൊന്നും നിന്നില്ല കേട്ടോ. കുറേ പന്നിക്കുട്ടികൾ, ആട്ടുകുട്ടികളൊക്കെ ഉണ്ട്. ജിഞ്ചർ ബീറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ കുഞ്ഞി ആകെ ഛർദ്ദിച്ച് തേട്ടി നശിപ്പിച്ചതോടുകൂടി അവളുടെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ സബ്വേക്കാണ് വിട്ടെ. സബ്വേയിൽ നിന്ന് ഒരു സാലഡ് മേടിച്ചിട്ടുണ്ട്. സബ്വേയിൽ നിന്ന് സാലഡൊക്കെ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാലഡാണ്. വളരെ സൂപ്പർ ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കത് ഒരൊറ്റ സാലഡ് മേടിച്ചാൽ 2 പേർക്കൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റും. വിശപ്പൊക്കെ ഒരൊറ്റടിക്ക് മാറും. ഇറ്റ് വാസ് നൈസ്. കുഞ്ഞിയും എൻ്റെ മേത്ത് കൂടെയും ഛർദ്ദിച്ചുകൊണ്ട് ഞാനും ഡ്രസ്സ് മാറി ഗൈസ്. അടുത്തത് നമ്മൾ വാട്ടർ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കൗണ്ടിയിലുള്ള ഒരു ബുക്ക് ഷോപ്പ്. ഭയങ്കര വലിയ ബുക്ക് ഷോപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ പോരാൻ തോന്നിയില്ല. എന്താ പറയുക, എവിടെ തിരിഞ്ഞാലും പുസ്തകമാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നല്ല ബുക്സ് ഉണ്ടായിരുന്നു. ഗൂസ് ബോംസ്, ഞാൻ പണ്ട് വായിച്ചിരുന്നു. ഗൂസ് ബോംസിൻ്റെ എൻറ്റയർ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഡോഗ് ഡയറീസ്. അയ്യോ, എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് കുട്ടികളുടെ പുസ്തകം ഉണ്ടോ കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ഇംഗ്ലീഷ് ബുക്സിൽ വായിക്കാൻ. ടോം ഗേറ്റ്സ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സാധനമാണ്. ടോം ഗേറ്റ്സിൻ്റെ ഒക്കെ പുതിയ എഡിഷൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു.
എന്താ പറയുക, അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് ഇവിടെ നിന്ന് പോരാൻ തോന്നിയില്ല ഗൈസ്, തോന്നിയില്ല. പിന്നെ ചേട്ടൻ എന്നെ ആട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് പ്രൈമാർക്കിലോട്ടാണ് കേട്ടോ. പ്രൈമാർക്കിൽ നിന്ന് നമ്മൾ കുഞ്ഞിക്ക് ഷൂസൊക്കെ മേടിച്ചു, ഷൂസ്, പിന്നെ കുഞ്ഞിക്ക് ഡ്രസ്സ്. അപ്പം നമുക്ക് കുട്ടികളുടെ സെക്ഷനിലാണ് ഇപ്രാവശ്യം മെയിനായിട്ട് കയറിയത്. കുഞ്ഞിക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തുള്ള റിയാക്ഷനൊക്കെ നോക്കായിരുന്നു. പിന്നെ മാർക്ക് ആൻഡ് സ്പെൻസറിൽ കയറി M&S ഫുഡിലോട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത് കേട്ടോ. കാരണം കുറേ നല്ല ഡ്രസ്സുകളും ഇപ്രാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഫുഡും ഇവരുടെ അടിപൊളി. ഹലോ, അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നൊരു നല്ല ദിവസമായിരുന്നു. നമ്മൾ ഡോഗ് ഷോ കണ്ടു, ഡോണ്ടറിലൊക്കെ പോയി, കുറച്ച് കുഞ്ഞിക്ക് വേണ്ടി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും. എന്നുവെച്ചാൽ ഒരുപാട് എനിക്ക് ഷോപ്പിംഗ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് കുഞ്ഞി അപ്പോഴേക്കും നല്ല ലംബായി. പിന്നെ എനിക്ക് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കണേക്കാളും കൂടുതൽ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, എല്ലാതും നമ്മൾ നോക്കണം. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് മൂവായി. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞത് വീഡിയോസും കാര്യങ്ങളൊന്നും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.